എല്ലാവർക്കും നമസ്കാരം. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, വാർഡ് മെമ്പർ, ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ടീച്ചർ, വൈസ് പ്രസിഡന്റ്, ഇവിടെ ഇരിക്കുന്ന വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മളിവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ടീച്ചർ, മാഷുമാർ, അവർക്കിപ്പോഴും നമുക്ക് കണ്ടാൽ പിരിയാനായിട്ടുണ്ടോ തോന്നുന്നില്ല. അവർ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൽ നല്ലൊരു ഉണ്ടാവട്ടെ എന്നും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഇതിന് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഞ്ചാം വാർഡ് മെമ്പർ ഷമീം ആശംസകൾ അറിയിച്ചതായി അറിയിച്ചു. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി KT അബ്ബാസ് അലിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ അഡ്വക്കേറ്റ് ഷ്യാം, ബഹുമാന്യരായ നമ്മുടെ ഇന്ന് റിട്ടയർഡാവുന്ന 3 അധ്യാപകന്മാർ, അതായത് അവർ 1990-ൽ നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ആരംഭം മുതൽ പിന്നെ ROC അംഗീകാരം കിട്ടി ഗവൺമെൻറ് എയ്ഡഡാക്കി മാറ്റിയതിന് ശേഷം സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി വന്ന ഷെരീഫ് മാസ്റ്ററും നമ്മുടെ നാട്ടുകാരനായ വാപ്പുട്ടി മാസ്റ്ററും, അവർ രണ്ടുപേരും റിട്ടയർഡ് ആയത് 1990-ലാണ്. ആ 90-ലെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലാണ് 19 ഏകദേശം 20 വയസ്സുള്ള ശ്രീപാൽ മാസ്റ്ററും സൂറ ടീച്ചറും ആ ഒഴിവിലേക്ക് വന്നു ചേരുന്നത്. ദീർഘകാലത്തെ 36 കൊല്ലത്തെ സർവീസായി അവർക്ക്. അതുപോലെ തന്നെ 97-ൽ നമ്മുടെ രവീന്ദ്രൻ മാഷും. ഈ 3 പേരും ഇന്ന് ഈ യാത്രയപ്പോടുകൂടി മാർച്ച് 31-ാം തീയതി സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുകയാണ്. ഇത്രയും കാലം നമ്മുടെ കുട്ടികളെയും നാട്ടുകാരുടെയും ലാളനയും അതുപോലെ തന്നെ നല്ല മനസ്സോടുകൂടിയുള്ള പഠിപ്പിക്കലൊക്കെ അവസാനിപ്പിച്ച് അവർ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. എനിക്ക് 3 അധ്യാപകരോടും പറയാനുള്ളത്, ഇവരാരും ദൂരെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവരല്ല. ഇതിൽ സൂറ ടീച്ചറും ശ്രീപാൽ മാസ്റ്ററും നമ്മുടെ സ്കൂളിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകളാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് വരണം, വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം. അതുപോലെ തന്നെ ശ്രീപാൽ മാഷ്, HM ആയിരിക്കുന്ന ശ്രീപാൽ മാഷ് തങ്ങളുടെ കഴിവുകൾ നമ്മുടെ വരുന്ന ഇവിടെയുള്ള അവശേഷിക്കുന്ന അധ്യാപകന്മാർക്കൊക്കെ നൽകാനായിട്ട് തൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ നമ്മുടെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ മോശമായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും നമ്മുടെ മറ്റു ചുറ്റുപാടുകളും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ രക്ഷക്കായി ആരംഭിച്ചെങ്കിലും അത് മുഴുവൻ മനുഷ്യൻ്റെ ശിക്ഷക്കായി മാറിയ ചരിത്രമാണുള്ളത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അമ്പും വില്ലും കണ്ടുപിടിച്ച സത്യത്തിൽ എന്താണ്? നമുക്ക് ഭക്ഷണം, പക്ഷികളെ അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കാനും ഭക്ഷണം ഉണ്ടാക്കുന്നതിനു വേണ്ടി കണ്ടുപിടിച്ച അമ്പും വില്ലുമാണ് ലോകത്തിലെ മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ നാശത്തിന് വഴിവെച്ചത്. അതുപോലെ തന്നെ ചൈനക്കാർ വെടിമരുന്ന് കണ്ടുപിടിച്ചത് ആഘോഷത്തിനും ഉത്സവത്തിനുമായിരുന്നെങ്കിൽ അത് പിന്നീട് 1-ാം ലോകമഹായുദ്ധത്തിൽ വെടിമരുന്ന് ഉപയോഗിച്ചുള്ള യുദ്ധത്തിനും നാശനഷ്ടത്തിനും കാരണമായി. അണു കണ്ടുപിടിച്ചത് ക്യാൻസറിൻ്റെ ചികിത്സക്കാണെങ്കിലും അത് പിന്നീട് 2-ാം ലോകമഹായുദ്ധത്തിലെ അണുബോംബ് വർഷിക്കുന്നതിന് കാരണമായി. അതുപോലെ ആധുനിക രീതിയിലുള്ള എന്ത് കണ്ടുപിടുത്തങ്ങളും നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആകണമെങ്കിലും പക്ഷേ അതൊക്കെ ശിക്ഷ നമുക്ക് ദോഷമായിട്ടാണ് വരുന്നത്. അതിലൊന്നാണ് നമ്മുടെ മൊബൈൽ. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഇന്ന് വ്യാപകമായിട്ട് മൊബൈലിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇവരെ ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ കഴിയുന്നില്ല.
അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ജീവിത രീതിയല്ല ഇന്ന്. കുട്ടികളെ ലാളിച്ച് വളർത്തിക്കൊണ്ട് ഒരു ശിക്ഷയും കൊടുക്കാതെ വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് നിസ്സാരമായിട്ടുള്ള ഒരു മൊബൈൽ നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ അത് മതി അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കാനും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാനും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ പരിമിതമായി നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ കുറേശ്ശെ ആയിട്ട് അതിൽ നിന്ന് മോചനം നേടി അവർ വലുതായിട്ട് ഉപയോഗിച്ചോട്ടെ. ഈ ചെറിയ കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാകണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഉപദേശിക്കാനുള്ളത്. പിന്നെ ലഹരി ഇന്ന് എല്ലാ സ്കൂളിൻ്റെ ചുറ്റുപാടുകളിലും ഏജൻറ്റുമാർ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ഇതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൻ്റെ ചെറുപ്പക്കാരായ ആളുകളും അതുപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികളും PTA കമ്മിറ്റിക്കാരും ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ഇക്കാര്യത്തിൽ നിയന്ത്രിക്കാനുള്ളത്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അധ്യാപകരും തന്നെ ഇതിന് വലിയ സഹായം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ പിന്നീട് 5-4 മണിവരെ അവരുടെ രക്ഷിതാക്കൾ ശരിക്കും അധ്യാപകരാണ്. ഈ അധ്യാപകന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നു വരുന്ന ഈ കുട്ടികളാണ് നമ്മുടെ ഭാവി തലമുറ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ സ്കൂളിൽ പറഞ്ഞയച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷണം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് എക്കാലവും ഇവിടുത്തെ അധ്യാപകന്മാർ, അതുപോലെ തന്നെ മെമ്പർമാർ, മറ്റു PTA കമ്മിറ്റി അംഗങ്ങളൊക്കെ ഏറ്റവും അധികം ഉത്സാഹത്തോടുകൂടി കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഉയർച്ച. ആ ഉയർച്ച കാത്തു രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ യോഗത്തിൽ നമ്മുടെ ഈ പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചു വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡൻറ്റ്, മറ്റ് മെമ്പർമാർ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇതിൽ പങ്കെടുത്തതിൽ നമുക്ക് വലിയ അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസ്താവിക്കുന്നു. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഷിയാബുദ്ദീൻ AK സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വാർഡ് മെമ്പർ ശ്യാം, ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പോരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ പുഷ്പവല്ലി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ഉണ്ണിച്ചാത്തൻ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം, അതുപോലെ തന്നെ ഷമീം, സാബിറ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതിലുപരി ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ, ഏറ്റവും ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീപാൽ മാഷ്, അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷ്, സുഹ്ര ടീച്ചർ, ഇത്തരം വാർഷികങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികളുടെ കലാ പ്രകടനങ്ങൾ കുട്ടികൾക്ക് കാഴ്ചവെക്കാനും നമ്മുടെ രക്ഷിതാക്കൾക്ക് അത് ആസ്വദിക്കാനും കഴിയുന്ന തരത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങൾ നടത്തുമ്പോൾ കുട്ടികൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന് അവരെ നല്ല രൂപത്തിൽ മാസങ്ങളായി ട്രെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട അവരെ പ്രാപ്തരാക്കുന്ന അധ്യാപകർ, അവരോട് പ്രത്യേക നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒരുപക്ഷെ ഏത് സർക്കാരുകൾ വന്നാലും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായിരിക്കും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുക. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം, ഞാൻ അബ്ബാസലിയൊക്കെ പറഞ്ഞ് ഒന്ന് ചെറിയൊരു വരി മാറ്റിത്തിരുത്താൻ ഞാൻ ആവശ്യപ്പെടും. വിദ്യാഭ്യാസം എന്നുള്ള പറയുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിൽ, ഏത് കാലമാണെങ്കിലും വിദ്യാഭ്യാസം നല്ല രൂപത്തിൽ കടന്നു പോകുന്നു. പക്ഷെ ആ വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും അത് ഉപയോഗിക്കുന്നിടത്താണ് ഈ കാലഘട്ടം എന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ വലിയ, അല്ലെങ്കിൽ നമ്മൾ ഈ വലിയ ടെക്നോളജി നമ്മൾ എത്തി നിൽക്കുമ്പോഴും നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകാനുള്ള അവസരങ്ങൾ നമ്മുടെ മക്കളെ തേടിക്കൊണ്ട് വരികയാണ്. പരസ്പരം നമ്മൾ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്നേഹമില്ല നമ്മളിൽ.
മക്കളില്ല, രക്ഷിതാക്കളിലില്ല, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു പരസ്പര ബഹുമാനം ഇത് കാണുന്നില്ല. ഇതൊക്കെ നാം അറിയാതെ നമ്മെ ആ തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടമായി നമ്മളെ കാലം മാറുന്നു. അതുകൊണ്ട് നമ്മളെ മക്കളെ നേരത്തെ പറഞ്ഞ പൊതുവിദ്യാലയങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ വന്ന കാലഘട്ടമായിരിക്കും ഒരു കഴിഞ്ഞ 10-30 വർഷം നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ. അതിൻ്റെ ഒരു മാറ്റമാണത്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൃത്യമായ ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആ തരത്തിൽ നമ്മുടെ നാടിൻ്റെ കുട്ടികളെ കുരുന്നുകൾക്ക് നല്ല വിദ്യ നൽകിക്കൊണ്ട് പഠനത്തിനപ്പുറത്തേക്ക്, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന അപ്പുറത്തേക്ക് അവനെ ജീവിതത്തിൻ്റെ താളുകളിൽ അവൻ്റെ ഏത് അവസാനം വരെയും മരിക്കുന്നത് വരെയും എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ്. അപ്പം അതിനെ ആ തരത്തിൽ 10-37 വർഷക്കാലം ഇതിനു വേണ്ടി പ്രയത്നിച്ച അധ്യാപകരാണ് 3 പേരാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ നമ്മളെ സ്കൂളിൻ്റെ 3 നെടുംതൂണുകളായിരിക്കും ഇവർ. നമുക്കറിയാം, ഏത് സമയവും ഉണ്ണിമാഷ് ഇവിടെ വരുന്ന സമയം ഞങ്ങളൊക്കെ കുട്ടികളാണ്. ഉണ്ണിമാഷ് ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ണിമാഷ ക്ലാസ് ചെറിയ ഒരു ശബ്ദത്തിൽ, പതിഞ്ഞൊരു ശബ്ദത്തിൽ ഉണ്ണിമാഷ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അത് ഞങ്ങൾ ഇതിൻ്റെ പരിസരത്ത് ഇങ്ങനെ നോക്കിക്കാണുമായിരുന്നു. ഒരു ചെറിയ കുട്ടി വന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നു. ശേഷം രവീന്ദ്ര മാഷും സൂറ ടീച്ചറും അവരും ഇവിടുത്തെ അധ്യാപകരാണ്. അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അവർ ആത്മാർത്ഥതയോടുകൂടി തൻ്റെ ശമ്പളം വാങ്ങുന്നതിനപ്പുറത്തേക്ക് ഈ നാടിനോട് അല്ലെങ്കിൽ ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള അധ്യാപകരാണ് ഈ 3 പേരും. ഈ 3 പേരും പിരിയുക എന്നുള്ളത് നമുക്ക് വളരെ ഏത് സമയവും ഒരുപക്ഷെ ശ്രീപാൽ മാഷ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുന്നു, ഇടപെടുന്നു. ഞാനും സ്കൂളിൻ്റെ PTA ഭാഗമായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഓരോരുത്തരും അവരെ കഴിപ്പോൾ രവീന്ദ്ര മാഷ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു പരിഹാരം രവീന്ദ്ര മാഷത്ത് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് വായിക്കുന്നത്. സൂറ ടീച്ചറും ഒരു ഉമ്മയെപ്പോലെ അല്ലെങ്കിൽ ഒരു അമ്മയെപ്പോലെ പെരുമാറാൻ കുട്ടികളോടാണെങ്കിലും സഹാധ്യാപകരോടാണെങ്കിലും ആ തരത്തിൽ പെരുമാറിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻപിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇത്തരം ആളുകൾ ഈ സർവീസിൽ പിരിയുക എന്നുള്ളത് അനിവാര്യമാണ്. പിരിയുക എന്നുള്ളത് ഏത് സർവീസിലും 56 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണം. എന്തായാലും അവരുടെ സേവനം നമുക്ക് വലുതാണ്. ഇനിയും ഈ തരത്തിൽ നമ്മുടെ സ്കൂളുകൾ, നേരത്തെ വാർഡ് മെമ്പർ പറഞ്ഞു, നമ്മുടെ പ്രതിസന്ധികളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ. ആ പ്രതിസന്ധികളെ നമുക്ക് മാറ്റാൻ നമുക്ക് നാട്ടുകാർക്കും മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനത്തെ എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഈ മാർച്ച് 31 വിരമിക്കുന്ന ഈ 3 അധ്യാപകർക്കും, 3 പേരെ ഓരോരുത്തർ പേരെടുത്ത് പറയും, 3 അധ്യാപകർക്കും അവരുടെ ഭാവി ജീവിതം ശോഭനമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരുടെ എല്ലാ നന്ദിയും കൃതജ്ഞതയും അതോടൊപ്പം ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി MT അബ്ദുള്ള. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ശ്രോതാക്കളെ, സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വിശദമായിക്കൊണ്ട് ഓരോരുത്തരും പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരുപാട് പരിപാടികൾ തീർക്കാനുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ സദസ്സിനെയും നിങ്ങൾ ശ്രോതാക്കളെയും ബുദ്ധിമുട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.